കേരളത്തിൽ BJP ഒരു കോർപ്പറേഷൻ പിടിക്കുമെങ്കിൽ അത് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആയിരിക്കും തുടങ്ങുക എന്ന് ഏറെക്കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിക്കുറി നടക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നിലവിലുള്ള സീറ്റ് പോലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കാരണം പലപ്പോഴും എല്ലാ കാര്യത്തിലും പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അവർ പഴയ നിലയിൽ തന്നെ തുടരുകയുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ഒരു കേഡർ സ്വഭാവമുള്ള കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായ BJPയുടെ സംസ്ഥാന ഘടകത്തിന് വേണ്ടത്ര തരത്തിലുള്ള ഉണർവുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഇത് ഇവരുടെ അവസാന ശ്രമം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ കേരളത്തിലെ ജനത തന്നെ വിധി എഴുതും. കേരളത്തിൽ ഇനിയും BJP ഇടം പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിൽ. തിരുവനന്തപുരം എപ്പോഴും വലിയ പ്രതീക്ഷയുള്ള ഒരിടമാണ്. ആദ്യമായിട്ടൊരു പാർലമെന്റ് സീറ്റ് തന്നെ കിട്ടുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് കരുതിയതാണ്. അതിശക്തമായ മത്സരവും ഉണ്ടാക്കി. ഇടത് സ്ഥാനാർത്ഥിയെ 3-ാം സ്ഥാനത്തേക്കും വളരെ ദയനീയമായ രീതിയിൽ 3-ാം സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയുള്ള BJP കോർപ്പറേഷൻ പിടിക്കുന്ന കാര്യത്തിനകത്ത് വേണ്ടത്ര ജാഗ്രത കാണിക്കാതിരിക്കുന്നത് എവിടെയുണ്ടായ പാളിച്ചയാണ്. രാജീവ് ചന്ദ്രശേഖർ വന്ന് ഇതിലൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിന് പാരലായിട്ട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ആരൊക്കെ മത്സരിക്കണം എന്നുള്ള ഒരു അനൗദ്യോഗികമായ പ്രഖ്യാപനം നടത്തി ആ സ്ഥാനാർത്ഥികളെ അവിടേക്ക് കൊണ്ടിറക്കി അത്തരത്തിൽ പ്രകടന പരത മുമ്പോട്ട് പോകാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയത്. അതിൻ്റെതായ രീതിയിൽ തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഓരോ പഞ്ചായത്തിന് പോലും പ്രകടന പത്രിക തയ്യാറാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. അങ്ങനെയൊന്നും ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. ഓരോ പഞ്ചായത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി, അവിടുത്തെ ഭൂമിശാസ്ത്രത്തിന് അനുസൃതമായിട്ട്, അവിടുത്തെ മറ്റു പാരിസ്ഥിതിക കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രകടന പത്രിക തയ്യാറാക്കുക. കാരണം മലയോര മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രകടന പത്രിക ആയിരിക്കത്തില്ല മറ്റ് ആലപ്പുഴയിലേക്കോ കൊല്ലത്തിനോ കൊടുക്കുന്നത്. അത് മാറി വരും. അപ്പൊ അത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലേക്ക് പോലും BJP മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. അവിടെ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിട്ട് ഇപ്പോൾ കാര്യത്തോടടുക്കുമ്പോൾ അത് തിരുവനന്തപുരം തന്നെ, തിരുവനന്തപുരത്ത് 70 സീറ്റുകളിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 വാർഡുകളാണ് ഉള്ളത്. അത് ഇക്കുറി മുതലാണ് 101 ആയത്. അതിന് മുൻപ് 100 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ 101 വാർഡുകളിൽ 70 ഇടങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് 2 പ്രധാനപ്പെട്ട കക്ഷികളെ LDFിനെയും UDFിനെയും വളരെ ദയനീയമായ രീതിയിൽ തറ പറ്റിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാം. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ ഇതിന്റെ പേരിൽ ഓരോ വാർഡുകളിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലഹമുണ്ടാക്കുന്നു, പടലപ്പിണക്കമുണ്ടാക്കുന്നു. കേന്ദ്രം ഇങ്ങോട്ടേക്ക് അയച്ച രാജീവ് ചന്ദ്രശേഖറിന് ഭരണകാര്യങ്ങൾ നേരെ നടത്താൻ കഴിയാത്ത രീതിയിൽ തടസ്സമുണ്ടാക്കുക. ഇതൊക്കെ BJPക്ക് ഒരു ഗുണകരമായ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു അവസരമല്ല ഇവരുണ്ടാക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പണ്ട് കാലം മുതലേ BJPക്ക് ഉണ്ടായിരുന്ന പേരുദോഷമുണ്ട്. വോട്ട് കച്ചവടം നടത്തിയവർ
എന്നുള്ള. പിന്നീട് ആ ഒരു പേരുദോഷമൊക്കെ ഒന്ന് മാറിക്കിട്ടി, ഒരു നല്ല രീതിയിൽ വന്നു. 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നു, 2019 വരുന്നു. 19 അധികാരത്തിൽ വരുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പോലും BJP പടർന്നു പന്തലിക്കാൻ തുടങ്ങുന്നു. ഓരോ ഇടങ്ങളിലും മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നു ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് നോട്ടം, തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമാണ് എന്ന്. കേരളത്തിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്, കേരളത്തിനോട് പ്രത്യേക പരിഗണന തരുന്നുണ്ട്. ആ പരിഗണനയുടെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖറിനെ തന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും പാർട്ടിയിലെ പലതരത്തിലുള്ള വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും BJP സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ BJP ഏത് തരത്തിൽ രക്ഷപ്പെടാൻ കഴിയും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ തന്നെയാണ്. ഇതിൻ്റെതായ ഒരു ഫലം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് കുറഞ്ഞതൊരു 3 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റെങ്കിലും നിയമസഭയിലേക്ക് വിജയിച്ചിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് കഴക്കൂട്ടവും നേമവും വട്ടിയൂർക്കാവും നമുക്ക് എടുത്തു പറയാവുന്നതാണ്. തിരുവനന്തപുരത്തിൽ മാത്രമായി സെൻട്രലിൽ മാത്രമാണ് ഒരല്പം ആശങ്കയ്ക്ക് ബാക്കി നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നേമം വാർഡുകൾ, നേമത്ത് നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഒരു 5 വാർഡുകൾ BJP മുന്നിട്ട് നിൽക്കുന്ന ഇടമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഇടമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. RSSന്റെ ശാഖകൾ കൂടുതലുള്ള നിയമസഭാ മണ്ഡലത്തിലാണ്. അവിടെ CPMന് സ്വാധീനം ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ടാണ് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നേറ്റം കുറിച്ചത്. അത് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും ഇത് താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക്. നമുക്കറിയാം, ആദ്യ കാലങ്ങളിൽ വെറും സംപൂജ്യരായിട്ടിരിക്കുകയായിരുന്നു BJP കോർപ്പറേഷനിൽ. പിന്നീട് 6 സീറ്റിലെത്തി. പിന്നീട് അത് കഴിഞ്ഞ് സംപൂജ്യരായി മാറി. അത് കഴിഞ്ഞാണ് പിന്നീട് ഈ ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ആ വിജയം ഇനിയും കോർപ്പറേഷൻ പിടിക്കുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയാറുണ്ടല്ലോ, ഇനി വോട്ട് വിഹിത വർധനവല്ല, സീറ്റ് നേടുക, അധികാരം നേടുക എന്നുള്ളതാണ്. അതിലേക്ക് പോകാൻ ഇക്കുറി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ BJPക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതാണ് BJPക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡൽഹിയിലെ അതേ സ്ഥിതി തന്നെ ഉണ്ടാകും. സംപൂജ്യരായിട്ട് അവർക്ക് മാറേണ്ടി വരും എന്നുള്ളതാണ്. ഇനി അത് ശബരിനാഥൻ ഇറങ്ങിയാലും അതിനേക്കാൾ കൊടികെട്ടിയ കക്ഷികൾ ഇറങ്ങിയാൽ പോലും കോൺഗ്രസ് തീരും എന്നുള്ളത് ഉറപ്പാണ്. ആ സ്ഥലത്ത് BJPക്ക് കയറി വരാൻ പറ്റുന്ന ഇടമാണ് ഇപ്പോൾ തമ്മിൽ തല്ലി തീർത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.